എല്ലാവരും സുഖമല്ലേ? ഇന്ന് പച്ചമാങ്ങയും മുരിങ്ങക്കായും ഇട്ടിട്ട് ഒരു ചെമ്മീൻ കറി വെക്കാൻ കാണിച്ചു തരാം. വളരെ സിമ്പിളാണ്, നല്ല രുചിയും ഉണ്ടാവും. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു 750 ഗ്രാം ചെമ്മീൻ എടുത്തിട്ടുള്ളത്. നല്ലോണം ക്ലീൻ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ വെയിനൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. പിന്നെ 1 കപ്പ് പച്ചമാങ്ങ നല്ല പുളിയുള്ളത്, മുരിങ്ങക്കായ 2 കപ്പ്, ഒരു 5-6 പച്ചമുളക്, പിന്നെ ഒരു 2 കഷ്ണം ഇഞ്ചി, ഒരു 2 ഇഞ്ച് ലോങ് ഇഞ്ചി, അതിനെ ക്രഷ് ചെയ്തെടുക്കാം. പിന്നെ മാങ്ങേൻ്റെ പുളിക്കനുസരിച്ചിട്ട് നമ്മൾ സാധാരണ പുളി എടുക്കുക, പൾപ്പാക്കുക. പിന്നെ കുറേ ചെറിയുള്ളി എടുക്കുക, ഒരു 5-8 പീസെങ്കിലും വേണം. പിന്നെ തേങ്ങ 1 കപ്പ്. ആദ്യം നമുക്ക് ഈ മുരിങ്ങക്കായും ചെറിയുള്ളിയും ഇഞ്ചിയും പച്ചമുളകും മാങ്ങയൊക്കെ ഇട്ടൊന്ന് വേവിച്ചെടുക്കാം. കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചിട്ട് ഉപ്പും ഇട്ട് വേവിക്കുക. സൈഡിൽ നമുക്ക് തേങ്ങ, മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇപ്പം മാങ്ങയും മുരിങ്ങക്കായെല്ലാം ഒരു 1/4 ഭാഗം വെന്ത് കഴിയുമ്പം നമുക്ക് അതിനകത്തേക്ക് ചെമ്മീൻ ആഡ് ചെയ്യണം. മാങ്ങേൻ്റെ പുളിക്കനുസരിച്ചിട്ടാണ് നമ്മൾ വാളംപുളി എടുക്കേണ്ടത്. ചെറിയുള്ളി നിറയെ ഇട്ടാൽ നല്ല രുചി ഉണ്ടാവും. അതൊന്ന് ചെമ്മീൻ ലേശം വേകുമ്പോഴത്തേക്ക് നമുക്ക് പുളിവെള്ളം ഒഴിക്കാം. അതൊരു കുറച്ച് ചെമ്മീൻ്റെ കളറൊക്കെ മാറി വരുമ്പോൾ നമുക്ക് അരച്ച തേങ്ങ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ കരിവേപ്പില നിറയെ ഇടണം. എൻ്റെ അടുത്ത് അധികം ഉണ്ടായിട്ടില്ല, അത് കാരണമാണ്. എന്നിട്ടതിങ്ങനെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ സിമ്മർ ചെയ്യാൻ വെക്കുക. കുറച്ച് ഒരു 10 മിനിറ്റ് വേവണം. അപ്പോൾ ആ ഫ്ലേവേഴ്സ് എല്ലാം മുരിങ്ങക്കായൻ്റെ അകത്തേക്ക് പിടിക്കുക. ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. കറി റെഡി ആയിട്ടുണ്ട്. ഈ സ്റ്റേജിൽ കുറച്ചും കൂടെ കരിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വറുത്തിടണമെങ്കിൽ കടുകും കുറച്ച് ഉലുവാപ്പൊടിയും ടോസ്റ്റ് ചെയ്തിട്ട് വറുത്തിട്ട് കൊടുത്താൽ മതി. ചെറിയുള്ളിയും വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാനൊന്നും ചെയ്യുന്നില്ല, ഇങ്ങനെ തന്നെ നല്ല രുചി ഉണ്ടാവും. ട്രൈ ചെയ്ത് നോക്ക്. താങ്ക്സ് കേട്ടോ.